മാട്രിമോണിയൽ സൈറ്റ് വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പരിചയപ്പെടുന്ന യുവാക്കളെ ജീവിത പങ്കാളിയാക്കാമെന്നും ബിസിനസ് പാർട്ണറാക്കാമെന്നും പറഞ്ഞ് പലരിൽ നിന്നും പല പേരുകളിലായി കോടികൾ തട്ടിയെടുത്ത കേസിൽ യുവതി പിടിയിൽ. പെരുമ്പാവൂർ പോലീസാണ് ആലുവ എടത്തല സ്വദേശിനി ഷംല ഷമീറിനെ അറസ്റ്റ് ചെയ്തത്. വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശിയായ യുവാവിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് പെരുമ്പാവൂർ പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഈ മാട്രിമോണിയൽ സൈറ്റുകളുടെ മറവിൽ ഈ രീതിയിലുള്ള വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അത് പുരുഷന്മാരാണെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തുന്നുവെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു, വലിയ തട്ടിപ്പ് നടത്തുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ചും ഈ ഷംല ഷമീർ സ്ഥിരം തട്ടിപ്പുകാരി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ മുതൽ എറണാകുളം ജില്ലയിലെ പല പ്രദേശങ്ങളിലുൾപ്പെടെ ഈ ഷംല സമാനമായ രീതിയിൽ ലക്ഷങ്ങളും കോടികളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? നിലവിൽ ഈ വാഴക്കുളം സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ പരാതിയിലാണ് നടപടി. കൂടുതൽ പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? ടോം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ മാട്രിമോണിയൽ സൈറ്റ് വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പരിചയപ്പെട്ട യുവാക്കളെ ഇത്തരത്തിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന നിരവധി പരാതികൾ നമുക്ക് ഇതിനു മുൻപ് തന്നെ ലഭ്യമാകുന്നുണ്ടായിരുന്നു. സമാനമായ പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പോലീസ് പറയുന്നത് പ്രകാരം ഈ യുവതി ആലുവ എടത്തല സ്വദേശി ഷംല ഷമീർ ഇവർ ബിസിനസിന്റെ പാർട്ട്ണറാക്കാം, പങ്കാളിയാക്കാം എന്നൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് യുവാക്കളിലേക്ക് എത്തുന്നത്. പിന്നീട് ഇവരിൽ നിന്നും 50 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തു. പിന്നെ ഇവര് മുങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടുന്നത്. പെരുമ്പാവൂർ പോലീസാണ് ഇവരെ പിടികൂടിയത്. 2024 സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 2024 സെപ്റ്റംബർ 20 വരെയുള്ള കാലയളവിലായിരുന്നു ഇവർ പണം തട്ടിയത്. എന്നാലും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഗൂഗിൾ പേയിലും ഒക്കെയാണ് ഇവർ യുവാക്കളിൽ നിന്നും പൈസ വാങ്ങിയതിനു ശേഷം ഇങ്ങനെ വലയിലാക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ്. കൂടുതൽ യുവാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ പരാതികൾ ഉയരുന്നതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുക. കേട്ടോ നവമി, ഇവരുടെ തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും പറയുന്നുണ്ടല്ലോ, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകും, അതോടൊപ്പം ബിസിനസ് പാർട്ണറാക്കാമെന്ന് പറയും. ഇത് ഈ ഒരു പുനർവിവാഹം എന്ന രീതിയിലാണ് ഇവർ ആളുകളെ സമീപിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ആളുകളെ, പുരുഷന്മാരെ എങ്ങനെയാണ് ഈ തട്ടിപ്പിനായി തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ രീതിയെക്കുറിച്ച് പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസ് പറയുന്നത്, അതായത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ബന്ധപ്പെടാറുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി യുവാക്കളെ ബന്ധപ്പെടാറുണ്ട്. ഇവരുമായിട്ട് ആദ്യം ഒരു സൗഹൃദം സൃഷ്ടിക്കും. അതിനുശേഷം ഇവരിൽ നിന്നും ഓരോ തവണയും ഇവരെ വിശ്വാസത്തിലെടുക്കും. വിവാഹം കഴിക്കാൻ തനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിന്നീട് താൻ ഒരു ബിസിനസ് നടത്തുകയാണ്, ആ ബിസിനസിന്റെ പങ്കാളിയാക്കാം, അങ്ങനെ പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ യുവാക്കളുമായി സൗഹൃദം കൂടുന്നതും അവരിൽ നിന്നും പണം തട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ എറണാകുളത്തെ ഒരു മോളിലേക്ക് ക്യാരി ബാഗുകൾ എത്തിക്കുന്നതിന്റെ ഓർഡർ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആലുവ സ്വദേശിയിൽ നിന്നും 11 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഈ തട്ടിയെടുത്ത തുകകളെല്ലാം തന്നെ ഇവർ ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുണ്ട് അവർക്ക്, കുട്ടികളുടെ മാതാവാണ്, ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ കൂടിയാണ്. എന്തായാലും പോലീസ് കൂടുതൽ പരാതികൾ ഇവർക്കെതിരെ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഏതൊക്കെ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വയനാട് ജില്ലയിലടക്കം ഇവരിങ്ങനെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ്. ഇവരുടെ കൂടുതൽ പേർ, പ്രത്യേകിച്ച് ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഇവരുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണല്ലോ. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ല, അതല്ലെങ്കിൽ ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ യുവതി?
പോലീസ് അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഇവര് മുൻപും 2 കേസുകളുണ്ട്, 2 കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തത വരുന്നില്ല. പോലീസിന് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ പോലീസ് അത് അന്വേഷിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ കൈമാറാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാട്, കോതമംഗലം, ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന യുവാക്കളെയാണ് ഇവർ കൂടുതലായും ഇവരുടെ കെണിയിലേക്ക് വീഴ്ത്തുന്നത്. എന്തായാലും പോലീസ് ഇവരുടെ സമൂഹ മാധ്യമങ്ങൾ, ഒപ്പം ഈ കൂടുതൽ യുവാക്കൾ ഇവരിലേക്ക് പരാതിയുമായി എത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഗൂഗിൾ പേയിലും ഒക്കെ വിശദമായ ഒരു പരിശോധന നടത്തും എന്നാണ് പോലീസ് പറയുന്നത്. എന്തൊരു വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഈ യുവതി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ ചൂഷണം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് യുവതി ഒരു ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം. ആ രീതിയിലേക്കാണ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാട്രിമോണിയൽ സൈറ്റുകൾ ഈ വിവാഹിതരാകാൻ കാത്തിരിക്കുന്ന യുവാക്കളെ സംബന്ധിച്ച് വളരെ സഹായകരമാണ്. പക്ഷെ അതിൻ്റെ മറവിൽ ഇത്തരമൊരു തട്ടിപ്പ് കൂടി ഉണ്ടെന്ന് ആളുകൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഈ രീതിയിൽ ഈ ഷംനയെ പോലെയുള്ള യുവതികൾ പല കെണികളും ഒരുക്കുന്നുണ്ട്, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരെയും അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവരെയും കാണാൻ കഴിയും. പ്രത്യേകിച്ചും അത് പുനർവിവാഹത്തിൻ്റെ പേരിലുള്ള സൈറ്റുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണ്. അവരാണ് കൂടുതലായും ഇത്തരം കെണികളിൽ, തട്ടിപ്പുകളിൽ വീഴുന്നത്. ജാഗ്രത പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.